ബഹുമാനപ്പെട്ട ഖൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി മല്ലം യകുൽ ലഹു ശൈഖുൻ ഫഇബ്ലീസു ശൈഖുഹു, ഉസ്താദില്ലാത്തവന്റെ ഉസ്താദ് ഇബ്ലീസാണ് എന്ന് പറഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കെന്താണ്? ഇത്തബിഉ ശുയൂഖൽ ഉലമാ ബിൽ കിതാബി വസുന്നതി അൽആമിനീന ബിഹിമാ. ഖുർആനിലും സുന്നത്തിലും അഗാധ പാണ്ഡിത്യമുള്ള ഇമാമീങ്ങളായ മഹാന്മാരായ ശൈഖന്മാരെ നിങ്ങൾ പിന്തുടരുക. വഹസ്സിനും നന്നബിഹിം, അതേ ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഇമാമീങ്ങളായ ശൈഖന്മാരെ നിങ്ങൾ പിന്തുടരുക. വഹസ്സിനും നന്നബിഹിം, ആ ഇമാമീങ്ങളായ ശൈഖന്മാരെ പറ്റി നിങ്ങൾ നല്ലത് മാത്രം വിചാരിക്കുക. വതഅല്ലം മിൻഹും, ആ ഇമാമീങ്ങളിൽ നിന്ന് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. വഹ്സിനിൽ അദബ ബൈന ഐദീഹിം, അവരുടെ മുമ്പിൽ നിങ്ങൾ അദബോടെ ജീവിക്കുക. വൽഉസ്റത മഅഹും, ആ ഇമാമീങ്ങളെ തള്ളിപ്പറയാതെ അവരോട് കൂടെ നല്ല നിലക്ക് മുന്നോട്ട് നീങ്ങുക. വഖദ് അഫലഹത, നിനക്ക് വിജയിക്കാൻ കഴിയും. ഇദാ ലം തത്തബിൽ കിതാബ വസ്സുന്ന വലശയൂഖൽ ആരിഫീന ബിഹിമാ. ഖുർആനും സുന്നത്തും പഠിച്ച പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ നീ പിന്തുടരാത്ത കാലത്തോളം ഖുർആനും സുന്നത്തിനെയും പിന്തുടരുന്നവനാകൂല. അങ്ങനെ പിന്തുടരാത്ത കാലത്തോളം ഫമാ തുഫ്ലിഹു അബദാ, നിനക്ക് വിജയിക്കാൻ കഴിയൂല. ഇത് വ്യക്തമായി ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞില്ലേ? എന്നിട്ട് കോരാത്തതിന് മഹാനവർകൾ പ്രത്യേകം അവിടുത്തെ ഫതുർ റബ്ബാനിയിൽ പറഞ്ഞു, അൻത നഫ്സുൻ വതബഉൻ വഹവാ തഖഉദു മഅൻ നിസ്വാനിൽ അജാനിബി വസ്സുബിയാനി ثم لا تقول لا أبالي بهم كذبت لا يوافقك الشرع ولا العقل تضيف نارا إلى نار حطبا إلى حطب فلا جرم تستيل دار دينك وإيمانك. എടോ, നീ ശൈഖാണെന്നും മുരീദാണെന്നും പറഞ്ഞിട്ട് അന്യ പെണ്ണിനെ തൊടുകയാണോ? അവരെ കൂടെ ഇരിക്കുകയാണോ? നിന്നോടൊരിക്കലും അള്ളാന്റെ ദീന് യോജിക്കൂല, ബുദ്ധിയും നിന്നോട് യോജിക്കൂല. നീ നിന്റെ ദീനിന്റെ വീടതാ കത്തുന്നു, നിന്റെ ഈമാനതാ കത്തുന്നു. ഇൻകാറു ശർഇ ഹദാ അമൽ ലം യസ്തസിനി ഫീഹാ അഹദാ. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം ഒരു ശൈഖിനെയും മുരീദിനെയും അന്യവണ്ണിനെ തൊടാൻ പറ്റൂല എന്നുള്ള നിയമത്തിൽ ഒഴിച്ചു നിർത്തിയിട്ടില്ല. എന്നിട്ട് മഹാനവകൾ പറയുന്നു, ഹസ്സിലിൽ ഈമാന വൽ മഅരിഫത ബില്ലാഹ്, ആദ്യം നീ ഈമാൻ സമ്പാദിക്കടോ, അതുപോലെ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കടോ. വഖുവ്വത്തുൽ ഖുർബി, പടച്ചവനുമായി അടുക്കാനുള്ള കഴിവ് സമ്പാദിക്ക്.